സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. കാത്തുകുട്ടിയുടെ വമ്പൻ ഹിറ്റ്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിന് വേണ്ടി ക്രൈസ്തവരെ കൊല്ലാൻ പദ്ധതിയിട്ട അമേരിക്കൻ സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. കാത്തുകുട്ടിയുടെ വമ്പൻ ഹിറ്റ്. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ആലാപന ചാരുത കൊണ്ട് മലയാളികളുടെ മനം കവർന്ന കുഞ്ഞുമാലാഖ കാത്തുകുട്ടി ആലപിച്ച മനോഹര ഗാനം എത്ര വളർന്നാലും ദൈവമേ ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ സ്വീകാര്യത നേടി. ശ്രീ ജസുദാസ് കെയലിന്റെ കീഴിൽ ഈ ഗാനത്തിന്റെ മനോഹരമായ വരികൾ എഴുതി ഈണം നൽകിയിരിക്കുന്നത് ഫാദർ അശോക് കൊല്ലം കൂടിയാണ്. ശ്രീ ജേക്കബ് കൊരാട്ടിയുടെ അതിമനോഹര ഓർക്കസ്ട്രേഷനാണ് ഈ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ജോബിൻ കയനാടിന്റെ ചിത്രീകരണം മനോഹരമാക്കുന്നതിന് ബോണി ജസുദാസ് ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റായ ഈ ഗാനം കാത്തുകുട്ടിയുടെ സ്വരമാധുരിയിൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ലഭ്യമാകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിന് വേണ്ടി ക്രൈസ്തവരെ കൊല്ലാൻ പദ്ധതിയിട്ട അമേരിക്കൻ സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. ന്യൂയോർക്ക്. കുപ്രസിദ്ധമായ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി ക്രൈസ്തവരെ കൊലപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കിയിരുന്ന അമേരിക്കയിലെ ഐഡാഹോ സ്വദേശി അലക്സാണ്ടർ സ്കോട്ട് പോലീസ് കസ്റ്റഡിയിലായി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സമീപത്തുള്ള ദേവാലയത്തിൽ ക്രൈസ്തവരെ വകവരുത്തി ദേവാലയം അഗ്നിക്കിരയാക്കിയതിന് ശേഷം ഒരു കാറിൽ രക്ഷപ്പെട്ട് സമീപ പ്രദേശത്തെ മറ്റു ദേവാലയങ്ങളിലും ഇങ്ങനെ ചെയ്യാമെന്നായിരുന്നു അയാൾ കണക്കുകൂട്ടിയിരുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പിതാവിന്റെ കൈകൾ ബന്ധിക്കുകയും മാതാവിന്റെ വായിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയും ചെയ്ത ശേഷം വീട്ടിലുള്ള തോക്ക് കൃത്യം നടത്താൻ വേണ്ടി സ്വന്തമാക്കാമെന്നും പ്രതി കണക്കുകൂട്ടിയിരുന്നു. 17ാമത്തെ വയസ്സിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉൾപ്പെടെ വിദേശ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകാൻ ശ്രമം നടത്തിയതോടെ സ്കോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനുശേഷം തീവ്രവാദികൾ എന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തിയ FBI ഉദ്യോഗസ്ഥരുമായും ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. റമദാന് 2 ദിവസം മുൻപ് ഏപ്രിൽ 8-ാം തീയതി പ്രസ്തുത ദേവാലയങ്ങൾ ആക്രമിക്കുമെന്നും അലക്സാണ്ടർ ഇവരോട് പറഞ്ഞതായി ഇത് സംബന്ധിച്ച കേസ് ഷീറ്റിൽ പറയുന്നു. തൻ്റെ മാതാപിതാക്കൾ അടിയുറച്ച ക്രൈസ്തവരും യാഥാസ്ഥിതികരുമാണെന്നും ഒരു മുസ്ലിം ആയിരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് തന്നെ അടിച്ചമർത്തുകയാണെന്നും ഇയാൾ അന്ന് വെളിപ്പെടുത്തി. കൂടാതെ ഇസ്ലാമിന് വേണ്ടി തനിക്കൊരു രക്തസാക്ഷിയായി തീരണമെന്നും ആഗ്രഹവും സ്കോട്ട് പ്രകടിപ്പിച്ചതായി അധികൃതർ പറയുന്നു. രാജ്യത്തിൻ്റെ ഭീകരവാദ പട്ടികയിലുള്ള സംഘടനയ്ക്ക് സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന കുറ്റമാണ് അലക്സാണ്ടറിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇത് തെളിഞ്ഞാൽ 20 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കും. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.